പ്രിയപ്പെട്ട കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അവർകൾ അറിയുന്നതിന് സ്നേഹപൂർവം എൻ്റെ പേര് ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വളരെ ഗൗരവമായ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത്. ഔപചാരികമായി തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജിൽ നിന്ന് BEd പാസ്സാവുകയും നിരവധി വർഷം പാർട്ട് ടൈമായി അധ്യാപനം നടത്തുകയും ചെയ്തിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിലും 7ഓളം പ്രൊഫഷണൽ ഡിഗ്രികൾ എടുക്കുവാൻ അവസരം കിട്ടിയപ്പോൾ ധാരാളം പരീക്ഷകൾ അതിൻ്റെ ഭാഗമായി എഴുതേണ്ടി വന്നതിനാലും വളരെ ഗൗരവമായൊരു വിഷയം അങ്ങയുടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഈ വിഷയം ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സമഗ്ര ശിക്ഷയിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണരും പാഠപുസ്തകം തയ്യാറാക്കുന്ന കരിക്കുലം കമ്മിറ്റിയും സിലബസ് കമ്മിറ്റിയും അധ്യാപകരും അനധ്യാപകരും ഇത് കോർഡിനേറ്റ് ചെയ്യുന്നവരും എല്ലാവരും കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടന്റ് ഇടുന്നത്. 2 വിഷയങ്ങളാണ് അങ്ങയുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. 2024 സെപ്റ്റംബർ മാസം 6-ാം തീയതി നടന്നു കഴിഞ്ഞ ഇംഗ്ലീഷ് പരീക്ഷയുടെ ഓൺ ദ സ്പോട്ട് തൽസമയത്ത് നടത്തേണ്ടുന്ന, കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ തന്നെ നടത്തേണ്ടുന്ന, കുട്ടികൾ പ്രവർത്തികൾ ചെയ്യുമ്പോൾ തന്നെ നടത്തേണ്ടുന്ന മൂല്യനിർണയത്തിന് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഉണ്ടാവണമെന്നുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് 9-ാം തീയതിയാണ് എന്നുള്ള വിവരം അങ്ങ് അറിഞ്ഞിരിക്കുക. 6-ാം തീയതി നടന്ന പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുത്തപ്പോൾ സ്വാഭാവികമായി 2-3 ദിവസം മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം ഈ ഉത്തരവ് കൊടുത്താൽ മല്ലേ അവർക്ക് തയ്യാറെടുപ്പ് നടത്താൻ കഴിയൂ. 6-ാം തീയതി പരീക്ഷയും കഴിഞ്ഞു, ഓൺ ദ സ്പോട്ട് പരിപാടിയും കഴിഞ്ഞു, മൂല്യനിർണ്ണയവും കഴിഞ്ഞു. 9-ാം തീയതി ഉത്തരവ് കിട്ടിയാൽ അതിനനുസരിച്ചുള്ള സാധന സാമഗ്രികൾ വച്ച് എങ്ങനെയാണ് ഒരു മൂല്യനിർണ്ണയം നടത്തുക? അതുകൊണ്ട് ഈ വർഷത്തെ 6-ാം തീയതിയിൽ നടന്ന പരീക്ഷ റദ്ദാക്കുകയോ മുഴുവൻ കുട്ടികളെയും പരീക്ഷയില്ലാതെ ജയിച്ചതായി പ്രഖ്യാപിക്കുകയോ ചെയ്യേണ്ടതാണ്. ഒന്നുകിൽ മുഴുവൻ കുട്ടികളെയും പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് മുഴുവൻ കുട്ടികളെയും ജയിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നുകൂടി ആ പരീക്ഷ നടത്തേണ്ടതാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായി ഇതിന് മറുപടി പറയേണ്ടതാണ്. ഒന്നാമത്തെ വിഷയം അതാണ്. ഒന്നുകൂടി പറയാം. 6/9/2024 നടന്ന ഇംഗ്ലീഷ് പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനുള്ള തത്സമയ ഓൺ ദ സ്പോട്ട് മൂല്യനിർണ്ണയത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി അധ്യാപകർ കരുതേണ്ടുന്ന മുന്നൊരുക്കങ്ങളുടെ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് 9/9/2024 തീയതിയിലാണ് സ്കൂളുകളിലേക്ക് ചെല്ലുവാനായി പൊതു വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വേണ്ടി ഒപ്പുവച്ചിരിക്കുന്നത്. ഈ വിഷയം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു സാർ. ഇനി രണ്ടാമതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഞാനിപ്പോൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്തരവും ടൈം ടേബിളും അങ്ങയുടെ അറിവിലേക്കായി ഈ ചാനലിൽ ഇടുന്നതാണ്. രണ്ടാമതായി 7ാം ക്ലാസ്സിലെ സയൻസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഞാൻ ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 2 കുട്ടികൾ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. ആ 2 കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ കുട്ടികൾ ആൻസർ എഴുതണം. അപ്പോൾ അങ്ങനെ ആൻസർ എഴുതുമ്പോൾ ആ കുട്ടികളെ വലയ്ക്കുന്ന ഒരു ചോദ്യമാണ് അതിലുള്ളത്. എന്താണ് ചോദ്യമെന്നും അത് കുട്ടികൾക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്
ഞാനിനി അടുത്തതായി പറയാൻ പോകുന്നത്. 7ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകത്തിൽ ഒരു പാഠഭാഗത്ത് എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 37 ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പേജ് നമ്പർ 37 ഒരു നീല കോളത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഞാനിത് ചാനലിൽ ഇടുന്നുണ്ട്, അപ്പോൾ അത് കാണാൻ പറ്റും സാറിന്. വെൻ ആസിഡ് മീറ്റ്സ് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ആസിഡ് മെറ്റലുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ തമ്മിൽ അത് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഹൈഡ്രജൻ ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. ഹൈഡ്രജൻ ഒരു കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. ഇതെൻ്റെ കണ്ടുപിടുത്തമല്ല, ഇത് ഈ 37ാമത്തെ പേജിൽ 7ാം ക്ലാസ്സിലെ സയൻസ് കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. ഇനി പരീക്ഷയുടെ ചോദ്യം, അതാണ് ഏറ്റവും കൗതുകവും രസകരവുമായ ചോദ്യമാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. എക്സാമിൻ്റെ ചോദ്യം ഇതാണ്. 2 കുട്ടികളുടെ പടം കൊടുത്തിട്ട് ആ കുട്ടികൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടത്തുകയാണ്. എന്താണ് കോൺവെർസേഷൻ? ഒരു കുട്ടി പറയുകയാണ്, ആദ്യത്തെ കുട്ടി പറയുകയാണ്, ടർമൻഡ് ഈസ് കെപ്റ്റ് ഇൻ എ കോപ്പർ വെസൽ ഇൻ മൈ ഹോം. ടർമറിൻഡ്, അതായത് പുളി എൻ്റെ വീട്ടിൽ കോപ്പർ വെസലിലാണ്, കോപ്പർ കൊണ്ടുള്ള പാത്രത്തിലാണ് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത്. അടുത്ത കുട്ടി പറയുന്നു, ഇൻ മൈ ഹോം ടർമറിൻഡ് ഈസ് കെപ്റ്റ് ഇൻ ആൻ എർത്തൻ പോട്ട്. എൻ്റെ വീട്ടിൽ മണ്ണ് കൊണ്ടുള്ള പോട്ടിലാണ് ടർമറിൻഡ് വെച്ചിരിക്കുന്നത്, പുളി വെച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞുള്ള ചോദ്യം ഇതാണ്. ഹൂസ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത്? വൈ? ആരുടെ അഭിപ്രായമാണ് താങ്കൾ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ ശരിവെക്കുന്നത്? എന്തുകൊണ്ട്? ഈ ചോദ്യം തയ്യാറാക്കിയത് ആരായാലും ഇതുപോലെ 100 കണക്കിന് അബദ്ധ പഞ്ചാംഗമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ. ഞാൻ ഒരു ചോദ്യം, ഇത് വീഡിയോയിൽ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു ചോദ്യം ഇടുന്നു, തുടർ വീഡിയോകളിൽ ബാക്കി ചോദ്യങ്ങൾ ഇടുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് അബദ്ധ പഞ്ചാംഗമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പലതും എടുത്താലും ഇതുപോലെ പഞ്ചാംഗങ്ങളുടെ അബദ്ധ പഞ്ചാംഗങ്ങളുടെ പരമ്പരയുണ്ട്. അത് നമുക്ക് തുടർ വീഡിയോകളിൽ കാണാം, പറയുന്നതാണ്. എന്താണ് ഇതിലെ അബദ്ധ പഞ്ചാംഗം? നേരത്തെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ 2-3 കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഇത് എഴുതാൻ കഴിയുള്ളൂ. ഒന്ന്, 7ാം ക്ലാസ്സിലെ കുട്ടി ടർമറിക് അല്ലെങ്കിൽ പുളി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് വെസൽ, നമ്മുടെ കോപ്പർ വെസൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പുളിയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. കോപ്പർ വെസലിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയിക്കണം. എന്തൊക്കെ കെമിക്കൽ പാരാമീറ്റേഴ്സ് അടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. എർത്തൻ പോട്ടിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അവിടെയും പുളി എന്തൊക്കെ ഉണ്ടെന്ന് അടുത്ത കുട്ടി അറിഞ്ഞിരിക്കണം. ഇതെന്തൊക്കെ ഉണ്ട് എന്ന് പുസ്തകത്തിൽ പറയുന്നില്ല. ഇനി അങ്ങനെ പുസ്തകത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട്. പഠിപ്പിക്കുന്ന ടീച്ചർ ഈ സ്റ്റേറ്റ്മെന്റ്, പുസ്തകത്തിലെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് പുളി, അതുപോലെ തന്നെ വെസൽ, എർത്തൻ പോട്ട് ഇവയെല്ലാം കൊണ്ടുവന്ന് പ്രാക്ടിക്കലായോ പ്രായോഗികമായോ തിയറിറ്റിക്കലായോ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രായോഗികമായി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ കുട്ടിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ കുട്ടി കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 10ാം ക്ലാസ് ഒക്കെ ആയിട്ടായിരിക്കും കുട്ടിക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച കുട്ടിക്ക് ഇതെല്ലാം ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. ഇനി അടുത്തൊരു പ്രശ്നം, ഈ പരീക്ഷകൾ എഴുതിയിട്ട് ധാരാളം പരീക്ഷകൾ എഴുതിയിട്ടുള്ള ആളെന്നുള്ള നിലയിലുള്ള എൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ഒരു റീഡിങ്, എൻ്റെ ഒരു ഒബ്സർവേഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1ാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തെ കുട്ടി പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ടർമറിക് എന്ന് തുടങ്ങുകയും 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന കുട്ടിക്ക് ഇൻ മൈ ഹോം എന്ന് തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് നന്നായി അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് 2ലും ഇൻ മൈ ഹോം എന്ന് പറഞ്ഞ് തുടങ്ങാമായിരുന്നു. എൻ്റെ വീട്ടിൽ ഇങ്ങനെ പുളി ഇടുന്നു, എൻ്റെ വീട്ടിൽ പുളി ഇങ്ങനെയാണ് പാത്രത്തിലിട്ടിരിക്കുന്നത്, ഇന്ന പാത്രത്തിലാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ പുളി എൻ്റെ വീട്ടിൽ ഇന്ന പാത്രത്തിലാണ് ഇട്ടിരിക്കുന്നു, പുളി എൻ്റെ വീട്ടിൽ ഇന്ന പാത്രത്തിലാണ് ഇട്ടിരിക്കുന്നതെന്ന് 2ഉം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ വലിയ പിടിയില്ലാത്തൊരു കുട്ടിക്കും കണക്ട് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രശ്നമുണ്ട് സാർ. ഇത് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൽ
അങ്ങ് ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തുന്ന ആളാണ്. ചിലതിൽ അങ്ങ് നന്നായി കടുംപിടുത്തം പിടിച്ച് തന്നെ പരിഷ്കാരങ്ങൾ നടത്തുന്നു. അതിനങ്ങേ അഭിനന്ദിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ശരിയാണെന്നും തെറ്റാണെന്നും സമൂഹത്തിൽ വലിയ വാദമുണ്ട്. 30% മാർക്ക് വാങ്ങിച്ചാലേ കുട്ടികളെ ജയിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ അങ്ങ് കടുംപിടുത്തം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വേണ്ട എന്നുള്ള വാദം സമൂഹത്തിലുണ്ട്. അങ്ങനെ വന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുറച്ച് പേര്, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ, ഹരിജന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ഞാൻ പറഞ്ഞ പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അസാമ്പത്തികമായിട്ടൊക്കെ ട്യൂഷനൊന്നും അയക്കാൻ പറ്റാത്ത വളരെ സാധാരണ ആളുകളായ ഒരുപാട് പേർ തോറ്റു പോകും എന്നുള്ള വാദമൊക്കെ ഉണ്ട്. അത് വേറൊരു സബ്ജക്റ്റാണ്, നമുക്ക് വേറെ ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങേ അഭിനന്ദിക്കുന്നത് ആ നിലപാടിലാണ്. ശരിയായാലും തെറ്റായാലും എടുക്കുന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നിലപാടുകളാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നു. പക്ഷെ അങ്ങനെ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങ് അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണ സിലബസിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമീപനമില്ല. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ഫിൻലാൻഡിനെ മാതൃകയാക്കിയിട്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള ഫിൻലാൻഡിൻ്റെ സിലബസിൻ്റെ മോഡലുകൾ ആരൊക്കെയോ പഠിച്ചിട്ടാണ് ഇവിടെ ഈ സിലബസിനെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, കരിക്കുലം സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതെൻ്റെ പ്രാഥമിക അറിവാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അങ്ങനെ ഫിൻലാൻഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫിൻലാൻഡിൽ കെമിസ്ട്രി പുസ്തകം എഴുതുന്ന അധ്യാപകർ അല്ലെങ്കിൽ റിസോഴ്സ് പേഴ്സൺമാർ, കെമിസ്ട്രി അധ്യാപകരും ഫിസിക്സ് അധ്യാപകരും മാത്സിൻ്റെ അധ്യാപകരും ബയോളജി അധ്യാപകരും എല്ലാവരും കൂടി ഇരുന്നാണ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് പുസ്തകം തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനെ തയ്യാറാക്കുമ്പോൾ കെമിസ്ട്രി അധ്യാപകൻ്റെ ഒരു ചോദ്യത്തിലോ ഉത്തരത്തിലോ സ്റ്റേറ്റ്മെൻറ്റിലോ ഏതെങ്കിലും ഒരു വേർഡ് ഫിസിക്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവിടെ പഠിപ്പിച്ചിരിക്കും. സമാന്തരമായി ആ ക്ലാസ് പഠിപ്പിക്കും. അതേ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കെമിസ്ട്രിയിൽ പുളിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആ പുളിയെക്കുറിച്ച് വേറെ ഒരു ടോപ്പിക്കിൽ, വേറൊരു സിലബസിൽ, വേറൊരു സബ്ജക്റ്റിൽ പറഞ്ഞിരിക്കും. ബയോളജിയിൽ പറഞ്ഞിരിക്കും പുളിയെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റ് ഫിസിക്സിൽ പറഞ്ഞിരിക്കും, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ പുളിയെക്കുറിച്ചുള്ള കവിതയെങ്കിലും ഉണ്ടാവും, ഏതെങ്കിലും ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കും. അപ്പോൾ ഒരു വിഷയത്തെ, ഒരു കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ പറയുന്ന കെമിസ്ട്രിയിൽ പറയുന്ന ഫിസിക്സിൽ പറയുന്ന കെമിസ്ട്രിയും ബയോളജിയും സുവോളജി, ബോട്ടണി ഇവയെല്ലാം തമ്മിലുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമഗ്രമായ രീതിയിലുള്ള സിലബസ് തയ്യാറാക്കലും കരിക്കുലം കമ്മിറ്റിയുമാണ് അവിടെ ഉള്ളത്. ഇവിടെ കേരളത്തിൽ നിർഭാഗ്യവശാൽ അതേത് ആര് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന സ്ഥലത്തായാലും ശരി, ആര് സിലബസ് ഉണ്ടാക്കുന്ന സ്ഥലത്തായാലും ശരി, ആര് കരിക്കുലം ഉണ്ടാക്കുന്ന സ്ഥലത്തായാലും ശരി, കെമിസ്ട്രിക്ക് കരിക്കുലം ഉണ്ടാക്കുന്നവർ, സിലബസ് ഉണ്ടാക്കുന്നവർ ഫിസിക്സുകാരുമായി സംസാരിക്കില്ല. സ്വകാര്യ സംഭാഷണമൊക്കെ പറയും, വീട്ടിലെ കാര്യമൊക്കെ പറയും, ഭക്ഷണ കാര്യമൊക്കെ പറയും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ആഘോഷം നടത്തും, ചിലപ്പോൾ അവർ ഇതിൻ്റെ ഓണറേറിയോ കിട്ടുമ്പോൾ അവർ ടൂർ പോകും, അതെല്ലാം ചെയ്യും. പക്ഷെ സിലബസിനകത്ത്, പാഠപുസ്തകത്തിനകത്ത്, കരിക്കുലത്തിനകത്ത്, കെമിസ്ട്രിയുടെ കരിക്കുലം ഉണ്ടാക്കുന്നിടത്ത് ഫിസിക്സുകാർക്കൊരു പങ്കുമില്ല. എന്നാൽ ഫിസിക്സ് കമ്പോണന്റ് കെമിസ്ട്രി ഇതിൽ കാണും. ബയോളജിക്കാരനോ കാര്യക്കോ ഇപ്പുറത്ത് പങ്കില്ല, മാത്സുകാർക്ക് ഇപ്പുറത്ത് പങ്കില്ല. ഇവരെല്ലാം വെള്ളം കയറാത്ത അറകൾ പോലെ പരസ്പരം സംസാരിക്കാതെ ഇൻ്റഗ്രേറ്റഡ് കമ്മിറ്റി ഇല്ലാതെയാണ് ചെയ്യുന്നത്. അടിയന്തിരമായി ഇത് പൊളിച്ചെഴുതേണ്ടതാണ്. ഇൻ്റഗ്രേറ്റഡ് സമിതിയാണ് ഉണ്ടാക്കേണ്ടത്. അതായത് ഒരു കെമിസ്ട്രിയിൽ ഒരു സിലബസോ നോട്ടോ ഉണ്ടായാൽ ആ നോട്ട് നിർബന്ധമായും ഫിസിക്സുകാർ കൂടി വെറ്റ് ചെയ്തിരിക്കണം, അവരും കൂടി ഇരുന്നുണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ കരിക്കുലം കമ്മിറ്റി, ഇന്നത്തെ സിലബസ് കമ്മിറ്റി പൊളിച്ചെഴുതുകയും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിലബസ് കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അടിയന്തരമായി സാർ എടുക്കേണ്ട ഒരു നടപടിയാണ്. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇത് കൊടുക്കണം, ഒരു ഉത്തരവ് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സമിതി തയ്യാറാക്കുമ്പോൾ വരുന്ന വർഷങ്ങളിൽ ഫിസിക്സ് എഴുതുന്ന അധ്യാപകർ, പുസ്തകം എഴുതുന്നവർ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, സുവോളജി, മാത്സ് ഇത്രയും വിഷയങ്ങളുടെ സമഗ്രതയിൽ ഇരിക്കണം. അതുപോലെ തന്നെ ഈ വിഷയങ്ങളെ മറ്റെഴുതുന്നവരും, കെമിസ്ട്രി എഴുതുന്നവരും ഇങ്ങനെ സമഗ്രതയിൽ വരണം. ബയോളജി, സുവോളജി എല്ലാവരും വരണം. ഒരു ഉദാഹരണം കൂടെ പറയാം. കാർബൺ എന്ന വിഷയം ഫിസിക്സുകാർക്കൊരു ഐറ്റമാണ് കാർബൺ, ബയോളജിക്കാർ പഠിക്കുമ്പോൾ മറ്റൊരു രീതിയിലാണ്, അറ്റ്മോസ്ഫിയറിക് സയൻസുകാരൻ പഠിക്കുമ്പോൾ മറ്റൊരു രീതിയിലാണ്. കാർബൺ എന്ന ഒറ്റ വാക്ക് തന്നെ പലർക്കും പലതാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായി അങ്ങനെ ഒരു സമീപനം ഉണ്ടാകണം. അത് ഇംഗ്ലീഷുകാരും ഈ കുട്ടി മാത്സിൻ്റെയോ സയൻസിൻ്റെയോ അതുപോലെ സയൻസിലെ ഉപവിഭാഗങ്ങളുടെയോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഭാഗങ്ങളുടെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിൽ എന്ത് ലാംഗ്വേജ് ഉപയോഗിക്കണമെന്ന്
എസ്പെഷ്യലി കോൺവെർസേഷൻ പോലുള്ള കാര്യങ്ങളിൽ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇംഗ്ലീഷ് അധ്യാപകർ കൂടി ഉണ്ടാകണം. അപ്പോൾ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപകർ കൂടി ഈ കമ്മിറ്റിയിൽ വേണം. മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മലയാള അധ്യാപകർ കൂടി ആ കമ്മിറ്റിയിൽ വേണം. അങ്ങനെ ഫിൻലാൻഡിൽ അങ്ങനെയാണ് സാർ ചെയ്യുന്നത്. ഫിൻലാൻഡിൽ നിന്ന് മാതൃക എടുക്കുന്നു നമ്മൾ. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ എല്ലാവരും അവിടെ പോയിട്ടുണ്ടാവില്ലല്ലോ, ഗൂഗിളിൽ നിന്നൊക്കെ കയറി കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഈ ഐറ്റം മാത്രമേ എടുത്തോളൂ, സമീപനം എടുത്തിട്ടില്ല. നമ്മൾ ഐറ്റം മാത്രം എടുത്താൽ പോരാ, സമീപനം കൂടെ എടുക്കണം. എന്താണ് ആ സമീപനം? സമീപനം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്ന്, ആദ്യത്തെ ഉത്തരവ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഉത്തരവ് ഇറങ്ങിയതിനാൽ അടിയന്തരമായ പരീക്ഷ റദ്ദാക്കുകയോ എല്ലാവരെയും ജയിപ്പിക്കുകയോ ചെയ്യണം. എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പേരിൽ അടിയന്തരമായി നടപടിയെടുക്കണം. ചെറിയ നടപടി പോരാ, കർശനമായ നടപടി ഉണ്ടാകണം. കാരണം ഇതൊരു തലമുറയെ വാനിഷ് ചെയ്യുന്ന പ്രശ്നമാണ്, ഗൗരവമായ വിഷയമാണ്. ഇനി അടുത്തത്, ഞാൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതും സിലബസ് തയ്യാറാക്കുന്നതും തമ്മിലുള്ള ഇൻ്റഗ്രേഷനെ കുറിച്ചും ഞാൻ സൂചിപ്പിച്ചു. ഇനിയും വിവിധ വിഷയങ്ങളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അങ്ങയുടെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽ പെടുത്തുന്നതാണ്. എന്തുകൊണ്ടിത് സ്വകാര്യമായി അങ്ങയോട് വന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ, ഇത് ഞാൻ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളെന്നുള്ള നിലയിൽ, ഉന്നത പദവികളിലൊക്കെ ഇരുന്ന ആളെന്നുള്ള നിലയിൽ ഇതൊരു നോട്ടായി തന്നാൽ അത് എവിടെ പോകുമെന്ന് എനിക്കറിയാം. അത് ഒരു ആക്ഷനും അതിനകത്ത് ഉണ്ടാകില്ല. അത് അങ്ങ് എത്ര വിചാരിച്ചാലും ആര് വിചാരിച്ചാലും കഴിയുന്ന ഒരു സിസ്റ്റത്തിലല്ല നമ്മൾ, അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലല്ല നമ്മുടെ സിസ്റ്റം പോകുന്നത്. അതുകൊണ്ട് ഇത് വെറുതെ താഴേക്കൊരു ഫയൽ പോകും, എക്സാമിന് ഞാൻ പുട്ടപ്പെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതങ്ങ് പോയി എവിടെയെങ്കിലും ആരുടെയെങ്കിലും പിന്നെ ഫയലിനകത്തോ ചവറ്റുകുട്ടയിലോ പോകും. അതുകൊണ്ടാണ് ഇത് പൊതുസമൂഹം കൂടി അറിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ വിദ്യാഭ്യാസത്തെ സഹായിക്കണം, അതിനെ മോട്ടിവേറ്റ് ചെയ്യണം, വലിയൊരു തലമുറ ഉണ്ടായി വരണമെന്നുള്ള സതു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ, ഈ കണ്ടന്റ് ഇടുന്നത്. ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ, ഒരു സമൂഹത്തെ വാനിഷ് ചെയ്യണമെങ്കിൽ, ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ വിദ്യാഭ്യാസത്തിൽ കൈവച്ചാൽ മതി. നിങ്ങൾ അവിടുത്തെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ, നിങ്ങൾ അവിടുത്തെ ഭാഷ ഇല്ലാതാക്കാൻ, നിങ്ങൾ ആ ജനതയുടെ സമസ്ത വികസനത്തെയും ഇല്ലാതാക്കാൻ നിങ്ങൾ വിദ്യാഭ്യാസം ഒന്നുകിൽ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ വികലമായ വിദ്യാഭ്യാസം കൊടുക്കുക. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ എന്തെല്ലാം മേന്മയുണ്ടെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടത് വളരെ വലിയ കാര്യങ്ങളാണ്. അത് മെക്കാളെ ചെയ്തു തുടങ്ങിയതാണ്. നമ്മളിപ്പോഴും ആ കൊളോണിയൽ വിദ്യാഭ്യാസത്തിൽ തന്നെ നിൽക്കുന്നതിൽ പരിതാപമുണ്ട് സാർ. ഇത്രയും അങ്ങയുടെ ശ്രദ്ധയിൽ ആദരപൂർവ്വം അർപ്പിക്കുന്നു. നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.